നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും. സ്ത്രീകൾ ഭയന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ചർച്ച ചെയ്യുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഭാര്യയും എഴുത്തുകാരിയുമായ ഡോക്ടർ K ആശ രംഗത്ത് വന്നു. ഇതിന് മാനങ്ങൾ പലതാണ്. കോൺഗ്രസിനകത്ത് തന്നെ രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് കുറിപ്പ്. ഇത് സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് രാഹുലിനെ കൈവിട്ടു എന്ന് തന്നെയാണ്. രാഹുലിന്റെ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണ്. വിവാദമായതിന് പിന്നാലെ ആശ ഈ ഫേസ്ബുക്ക് കുറിപ്പ് പിൻവലിച്ചു. സ്നേഹം നടിച്ച് പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തുന്നതിനും സന്ദേശങ്ങൾ അയക്കുന്നതിനും മായ്ക്കുന്നതിനുമായി വ്യത്യസ്ത മാർഗങ്ങളും തന്ത്രങ്ങളും ഉണ്ടെന്നതൊക്കെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ കാണുകയാണെന്നും ഇത് ആശങ്കാജനമാണെന്നും KCയുടെ ഭാര്യ ഫേസ്ബുക്കിൽ കുറിച്ചു. അസാധാരണമാണിത്. പൊതുവിഷയങ്ങളിലൊന്നും അഭിപ്രായം പറഞ്ഞ രീതി ആശയ്ക്കുണ്ടായിരുന്നില്ല. ഏവരും അംഗീകരിക്കുന്ന വ്യക്തിത്വവുമാണ്. അങ്ങനെയുള്ള വ്യക്തി പോലും മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പരസ്യമായി വരികയാണ്. ഏത് സാഹചര്യത്തിലാണ് അവർ പോസ്റ്റ് പിൻവലിച്ചതെന്ന് നിലവിൽ വ്യക്തമല്ല. പുറത്തുവിടുന്ന വാർത്തകളേറെ ആശങ്കപ്പെടുത്തുന്നതാണ്. പെൺകുട്ടികളെ സ്നേഹം നടിച്ച് വലയിൽ വീഴ്ത്താൻ പറ്റുമെന്നും പെട്ടെന്ന് മാഞ്ഞു പോകുന്ന മെസ്സേജുകൾ പെൺകുട്ടികൾക്ക് അയക്കാൻ പറ്റുമെന്നും ഗൂഗിൾ പേയിലും മെസ്സേജുകൾ അയക്കാൻ പറ്റുമെന്നും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ മെസ്സേജുകൾ അയക്കാൻ പറ്റുമെന്നും മറഞ്ഞിരുന്ന് വീഡിയോ കോൾ ചെയ്യാൻ കഴിയുമെന്നുമൊക്കെ വാർത്തകളിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ വീടുകളിലിരുന്ന് ചെറിയ കുട്ടികൾ പോലും ശ്രദ്ധിക്കുകയാണ്. സ്ത്രീകൾ ഭയന്ന് ഇയാളെപ്പറ്റി ചർച്ച ചെയ്യുകയാണെന്നും ആശ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് കൈവിടുന്ന കാഴ്ചയാണ് കാണുന്നത്. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പടയൊരുക്കം ആരംഭിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് രാജി വെക്കണമെന്ന നിർദ്ദേശം രാഹുലിന് നൽകിയിട്ടുണ്ട്. പൊതുപ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ഉചിതമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്ന നിർദ്ദേശം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെക്കേണ്ടതുണ്ടോ എന്ന തരത്തിൽ രണ്ട് തരത്തിലാണ് ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. ഈ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഡൽഹിയിൽ പഠിച്ചിരുന്ന കാലത്തും പെൺകുട്ടികളെ ശല്യം ചെയ്തിരുന്നു എന്ന ആരോപണവുമായി ദേശീയ മഹിളാ ഫെഡറേഷൻ നേതാവ് ആനി രാജ രംഗത്ത് വരുന്നത്. ഡൽഹിയിലെ പഠനകാലത്ത് രാഹുലിനെതിരെ പരാതികൾ ഉയർന്നിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾക്ക് സമാനമായ രീതിയിൽ പല പെൺകുട്ടികളെയും അന്ന് ഇയാൾ സമീപിച്ചിരുന്നു. കോളേജുകളിലെയും സർവകലാശാലകളിലെയും ആക്ടിവിസ്റ്റുകളായ പെൺകുട്ടികളെ സമീപിക്കാൻ ശ്രമിച്ചു. MLA സ്ഥാനത്ത് തുടരാൻ രാഹുലിന് ധാർമ്മികമായി അർഹതയില്ല. കോൺഗ്രസ് രാഹുലിന്റെ രാജി ആവശ്യപ്പെടണം. ഇത്തരം ആളുകൾക്കെതിരെ ഏത് പാർട്ടിയാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നും ആനി രാജ പറയുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാതെ ഇനി മറ്റൊരു നിവൃത്തിയുമില്ലെന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധയെ ആകർഷിച്ച വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ പ്രശസ്തനായ ആരാധക വൃന്ദമുണ്ടായ രാഷ്ട്രീയ നേതാവായിരുന്നു. 35-ാം വയസ്സിനുള്ളിൽ തന്നെ MLA ആയി മാറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റേതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് ലഭിക്കാത്ത പ്രിവിലേജും കൊണ്ടാണ് രാഷ്ട്രീയ കേരളത്തിൽ ചുവടുവെച്ചത്. അതുകൊണ്ട് തന്നെ പാലക്കാട് വലിയ രീതിയിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി MLA ആകാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എന്നാൽ ഈ തൻ്റെ പ്രശസ്തി അദ്ദേഹം മറ്റൊരു തരത്തിലാണ് ഉപയോഗിച്ചത്. നിരവധി സ്ത്രീകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ പരാതികൾ ഉയർന്നിരുന്നു. എറണാകുളത്ത് KSU പ്രവർത്തകർ 2 വനിതകൾ ഉൾപ്പെടെ പ്രവർത്തനം നിർത്തിപ്പോയത് പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശല്യം മൂലമാണെന്നുള്ള വിവരങ്ങളടക്കം പുറത്തുവരുന്ന സാഹചര്യമാണുള്ളത്.